നാട്ടിൽ പലയിടത്തും KSEBയുടെ അപ്രഖ്യാപിത പവർ കട്ട്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് നീങ്ങുന്നതും പവർ കട്ടിന് കാരണമായി. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 6 രൂപ കൂട്ടണമെന്ന ആവശ്യം. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. പ്രദേശവാസിയായ യുവാവ് ജിൻറോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നാട്ടിൽ പലയിടത്തും KSEBയുടെ അപ്രഖ്യാപിത പവർ കട്ട്. പാതിരാത്രിയിലടക്കം അരമണിക്കൂർ നീളുന്ന പവർ കട്ടാണ് നടക്കുന്നത്. ചൂട് കൂടുന്നതും സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് നീങ്ങുന്നതും പവർ കട്ടിന് കാരണമെന്നായിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ഇന്ന് 116.11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തി. വൈകിട്ടത്തെ ആവശ്യകത 6013 മെഗാവാട്ടിലെത്തി. ആവശ്യം 300 യൂണിറ്റ് കൂടി കടന്നാൽ 15 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് KSEB വിലയിരുത്തൽ. ഡാമുകളിൽ സംഭരണശേഷിയുടെ 37% താഴെ അളവിലാണ് വെള്ളമുള്ളത്. നീരൊഴുക്കും കുറവാണ്. പുറത്തുനിന്ന് 88 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി KSEB വാങ്ങുന്നു. ഉപഭോഗം കുതിച്ചുയർന്നാൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കും. രാത്രി സമയത്തെ ആവശ്യം 300 മെഗാവാട്ട് കൂടി കടന്നാൽ 10 മുതൽ 15 മിനിറ്റ് വരെ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നാണ് KSEB വിലയിരുത്തൽ. 6300 മെഗാവാട്ട് പ്രസരണ ശൃംഖലയുടെ പരമാവധി ശേഷിയാണ്. ഫീഡറുകൾ നിശ്ചിത സമയത്തേക്ക് ഓഫാക്കി ലോഡ് കുറച്ചാവും നിയന്ത്രണം. നിലവിൽ ലോഡ് കൂടുമ്പോൾ സബ്സ്റ്റേഷനുകളിൽ പലയിടത്തും വൈദ്യുതി നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊടും ചൂടിൽ ഉപഭോക്താക്കൾ വിയർത്തു കുളിച്ചേ മതിയാകൂ. പവർ കട്ടില്ലാത്ത കേരളം ഫ്ലെക്സ് ബോർഡിൽ ഉറങ്ങും. അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുക. മീഡിയ ടൈം, മാള. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 6 രൂപ കൂട്ടണമെന്നാണ് ആവശ്യം. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. ഞങ്ങൾ പാൽ വില കൂട്ടുന്നത് സാധാരണഗതിയിൽ മിൽമയ്ക്കാണ് അതിൻ്റെ അധികാരമെങ്കിലും സർക്കാരിയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കാരണം ക്ഷീരകർഷകർ വളരെ കുറവും പാല് മേടിച്ച് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് വലിയ കൂടുതൽ ഉള്ളതുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം കൂടെ നമ്മൾ ആരായാറുണ്ട്. വില വർധന അനിവാര്യമാണെന്നും വില കൂട്ടാൻ മിൽമയ്ക്ക് അധികാരമുണ്ടെന്നും KS മണി പറഞ്ഞു. എന്നാൽ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും അഭിപ്രായം ചോദിക്കുകയും വേണം. നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായാണ് മറുപടി വൈകിയത്. 3 വർഷമായി വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഏപ്രിൽ 20-ന് കൊടിയേറും. പൂരത്തിന്റെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിൽ രാവിലെ 11-നും 11:30-നും ഇടയിലും പാറമേക്കാവിൽ രാവിലെ 11:30-നുമാണ് കൊടിയേറ്റം. രാവിലെ 11-ന് വലിയ പാണിക്കു ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷി നിർത്തി ദേശക്കാർ കൊടി ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 8:30 മുതൽ 10 വരെ തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന് ശേഷമാണ് കൊടിയേറ്റം. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് ഒരാനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡ് വഴി നായ്ക്കനാലിലെത്തി വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് കയറുമ്പോൾ ഉപചാര വെടിക്കെട്ട് നടക്കും. ശ്രീമൂലസ്ഥാനത്ത് മേളം കൊട്ടിത്തീർന്ന് വൈകിട്ട് 5-ഓടെ പടിഞ്ഞാറ് ചിറയിൽ ആറാട്ട്. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് മടങ്ങുമ്പോൾ പറയെടുപ്പ്. പാറമേക്കാവിൽ രാവിലെ 11-ന് വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷി നിർത്തി ദേശക്കാർ കൊടി ഉയർത്തും. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠൻ ആലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ശേഷം 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആറാട്ടും നടക്കും. കൊടിയേറ്റം കഴിഞ്ഞുള്ള മേളത്തിനു ശേഷം വെടിക്കെട്ടുമുണ്ടാകും. പൂരത്തിൽ പങ്കാളികളായ മറ്റു ഘടകക്ഷേത്രങ്ങളിലും 20-നാണ് കൊടിയേറ്റുക.
ഇതിൽ ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ഭഗവതി ക്ഷേത്രങ്ങളിൽ രാവിലെയും ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രം, കിഴക്കുംപാട്ടുകര പനമുക്കുംപിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ചീയാരം പുക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, കണിമംഗലം ശാസ്താക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ശ്രീദുർഗാദേവി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സമയങ്ങളിലുമാണ് കൊടിയേറ്റുക. അയ്യന്തോൾ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ഒരുമിച്ചും മറ്റു ക്ഷേത്രങ്ങളിൽ ദേശക്കാരും ചേർന്നാണ് കൊടിയേറ്റം നിർവഹിക്കുക. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വാൽപ്പാറ ദുരന്തത്തിന് ഇരകളായ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിടച്ചൊല്ലി. മലപ്പുറം പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരങ്ങൾ ഒഴുകിയെത്തുന്നതായിരുന്നു കാഴ്ച. സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ വിവിധയിടങ്ങളിൽ പൂർത്തിയായി. 3 പള്ളികളിലായാണ് 7 പേർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. സ്കൂളിലെ പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്തും ആശയുടേത് കൊളത്തൂരിൽ വീട്ടുവളപ്പിലുമാണ് നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. പ്രദേശവാസിയായ യുവാവ് ജിൻറോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. നിഖിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഷാമോനും പരിക്കേറ്റു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംസ്ഥാനതലത്തിൽ വേനലവധിക്കാലത്ത് ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ നടത്തുന്ന വായനക്കളരിയുടെയും ബാലവേദി പ്രവർത്തകരുടെയും കൊടുങ്ങല്ലൂർ താലൂക്ക് തല പരിശീലന കളരി ആരംഭിച്ചു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹനൻ ദാസ് അധ്യക്ഷത വഹിച്ചു. സുധീഷ് അമ്മവീട്, MD ദിനകരൻ, ER ജോഷി, ജിതി സുധീഷ്, ഷീല, ഉണ്ണി പിക്കാസോ എന്നിവർ വിവിധ ഗ്രൂപ്പ് സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് സെമിനാറിൽ കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച വായനശാലകൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ സെക്രട്ടറി M രാജേഷ് വിതരണം ചെയ്തു. പുല്ലൂറ്റ് AK അയ്യപ്പൻ, CV സുകുമാരൻ വായനശാല, MLAC എറിയാട്, EMS വായനശാല എറിയാട്, തിരുവള്ളൂർ തിയേറ്റേഴ്സ്, രാഗം റിക്രിയേഷൻ ക്ലബ്ബ് കൂളിമുട്ടം എന്നിവരാണ് സമ്മാനാർഹരായത്. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ക്ലാസും മായിൻകുട്ടി ഹാജി അനുസ്മരണവും നടത്തി. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷനായി. മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഹജ്ജ് ക്ലാസ് നയിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ജുമാ മസ്ജിദ് ഖത്തീബ് അനസ് അൻവരി വേണാട്, IRS ജനറൽ സെക്രട്ടറി EH ഖന്ന, MCA സനൂബ് അലി, GCC പ്രസിഡന്റ് MCA ഷമീർ അലി, റഫീഖ് സഖാഫി കാട്ടൂർ, വാർഡ് മെമ്പർ നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലേറെയായി മലയാള കവിതാ പഠന മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ VK സുബൈദയുടെ ആദ്യ കൃതി ഉരുവങ്ങൾ ഒഴിഞ്ഞുപോയ ഇടങ്ങൾ പ്രകാശനം ചെയ്തു. KH ഹുസൈൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പ്രൊഫസർ G ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവി PP രാമചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. പ്രശസ്ത കവി P രാമൻ പുസ്തകം പരിചയപ്പെടുത്തി. പ്രശസ്ത കവി സെബാസ്റ്റ്യൻ, VR നരേന്ദ്രൻ ആമുഖം അവതരിപ്പിച്ചു. PS മനോജ്, ധന്യ ഇല്ലത്ത്, ഡോക്ടർ പ്രിയദർശിനി MS എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിൽ പലയിടത്തും KSEBയുടെ അപ്രഖ്യാപിത പവർ കട്ട്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് നീങ്ങുന്നതും പവർ കട്ടിന് കാരണമായി. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 6 രൂപ കൂട്ടണമെന്ന ആവശ്യം. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. പ്രദേശവാസിയായ യുവാവ് ജിൻറോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.